ഹായ് നമസ്കാരം. പണ്ടൊരിക്കൽ ഗുരുവിൻ്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടും. കുറേ കഴിഞ്ഞിട്ടും ഗുരു വന്നിട്ടില്ല. അതിൽ ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഗുരു ഇപ്പോൾ ഉണർന്ന് എഴുന്നേറ്റേ ഉള്ളൂ, കുറച്ച് ടൈമാവും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഗുരുവിൻ്റെ അടുത്തൊരു അതിഥി വന്നിട്ടുണ്ട്, വീണ്ടും കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ക്ഷമ കെട്ടിട്ട് വീണ്ടും കുറച്ച് ആൾക്കാർ പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഗുരു തിരിച്ചു വന്നു. അവിടെയുള്ള ആൾക്കാരൊക്കെ ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലേറ്റായിട്ട് വന്നത്. നമ്മൾ ദീർഘലക്ഷ്യമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇങ്ങനെയുള്ള പ്രാരംഭ നിരാശകളെ അതിജീവിക്കാനുള്ള കരുത്തും കൂടി നമുക്ക് വേണം. കാലം നമുക്ക് ഒരു സാധ്യതയാണ് എല്ലാം നേടിയെടുക്കാനുള്ളത്. പക്ഷെ നല്ലൊരു തുടക്കം എപ്പോഴും നല്ലൊരു അവസാനം ആയിക്കണമെന്നുമില്ല. അപ്പോൾ ഏതൊരു കാര്യത്തിലും നമ്മൾ ക്ഷമിച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യത്തിലും റിസൾട്ട് ഉണ്ടാവണമെന്നൊന്നുമില്ല. എല്ലാം പൊതുവെ ആൾക്കാർ ക്ഷമിക്കാൻ തീരെ മടിയന്മാരാണ്. അപ്പോൾ നിങ്ങൾ ഒരു ക്ഷമാശീലരായി മാറുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.